ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയെ നോക്കാനായിട്ട് ഡോക്ടർ വന്നു. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഓക്കെ ആണെന്നൊക്കെ വേദ പറയുന്നു. പിന്നെ ആ ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ കണ്ണിലൊക്കെ നോക്കുവാണ് വേദയ്ക്ക് എങ്ങനെയുണ്ട്, വേദ ഓക്കെ ആണോ, പെർഫെക്റ്റ് ഓക്കെ ആണോ എന്നൊക്കെ അങ്ങനെ പരിശോധനകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ പുതിയൊരു ടോണിക്ക് എഴുതിയിട്ടുണ്ട്, അത് കഴിച്ചോ എന്നാ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ വേറെ ആരും ഇല്ലേ കൂട്ടായിട്ടെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇല്ല, ഫ്രണ്ടിന് ജോലി ഉണ്ടെന്ന കാര്യം വേദ പറയാം. ഇവിടെ ചെക്കപ്പിന് വന്നിരുന്ന പല സമയത്തും ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ ഒഴിവാക്കിയതാണെന്ന് ഡോക്ടർ പറയട്ടോ. പക്ഷെ ഡെലിവറി സമയത്തും ആള് സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവിൻ്റെ കാര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പം അത് ഹസ്ബൻഡ് സ്ഥലത്തില്ല എന്ന് വേദ പറയാം. വിദേശത്താണോ എന്ന് നേഴ്സ് ചോദിച്ചപ്പം അതെന്ന് പറഞ്ഞു. എനിക്ക് ജോലി ഇവിടെ ആയതുകൊണ്ട് ഞാനിവിടെ ഫ്രണ്ടിനോടൊപ്പം ആണെന്ന കാര്യം പറയൂ കേട്ടോ. വീട്ടുകാരോ അത് പിന്നെ അപ്പോൾ മനസ്സിലായില്ലേ ഡോക്ടറെ, പ്രേമിച്ച് ഒളിച്ചോടി പോകുന്നതാണെന്ന് നേഴ്സ് അവിടെ നിന്ന് പറയാം. ഡൽഹിയിലെത്തിയപ്പോൾ ഭർത്താവിന് വിദേശത്ത് ജോലി കിട്ടി അങ്ങ് പോയി, പിന്നെ ഈ കുട്ടിക്ക് ഇവിടെ ജോലി ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങ് തങ്ങിയതാണെന്നൊക്കെ ആ നേഴ്സ് പറയുന്നു. അതൊക്കെ കേട്ട് വേദ ചിരിക്കും കേട്ടോ. അപ്പോൾ ഡെലിവറി എടുക്കാറായപ്പോൾ ഹസ്ബൻഡിന് ലീവും കിട്ടിയില്ല. പിന്നെ ഉടക്കി നിൽക്കുന്ന വീട്ടുകാരെ വിളിക്കാനേ ഇവരുടെ അഭിമാനമായിട്ട് സമ്മതിക്കുന്നുമില്ല. എന്നാൽ പിന്നെ പ്രസവം അങ്ങ് ഒറ്റയ്ക്ക് നടത്താമെന്ന് അങ്ങ് വിചാരിച്ചു അല്ലേ വേദേ? അത് കേട്ടപ്പം അതെ എന്ന് വേദ പറയുകയും ചെയ്തു. അപ്പം അതാണ് ഹസ്ബൻഡ് ഇപ്പോൾ വിദേശത്തിരുന്ന് ഞെരുവിരി കൊള്ളുന്നുണ്ടായിരിക്കും. നമ്മുടെ DCP ആയി അദ്ദേഹം പുറത്തു നിന്ന് ഞെരുവിരി കൊള്ളുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അതേ ആള് കൊള്ളാമല്ലോ, കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി വെച്ചേക്കാല്ലേ എന്ന് ഡോക്ടർ അന്നേരം നേഴ്സിനോട് ചോദിച്ചു. അപ്പം താങ്ക് യു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴെങ്കിലും വീട്ടിലൊന്നും അറിയിക്കാമായിരുന്നില്ലേ എന്ന് ഡോക്ടർ ചോദിക്കാം. അത് പിന്നെ ഡോക്ടർ എനിക്ക് അന്നേരം എൻ്റെ പൊന്ന് ഡോക്ടറെ, ഈ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞ് വിവരദോഷികളുണ്ടല്ലോ, തള്ളയും കുഞ്ഞു രണ്ടാകുന്നത് വരെ വൈരാഗ്യം വെച്ച് അങ്ങ് കാത്തിരിക്കും. എന്നാൽ രണ്ടായി എന്നറിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ മോളുടെ കുഞ്ഞല്ലേ എന്നിങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും സ്നേഹം മാറി കോരി ഒഴുക്കി ഒരു വരവും അങ്ങ് വരും. പിന്നെ അവരുടെ ഒരു അധികാരം കാണിക്കല്ലേ. അത്രയും കാലം പട്ടിക്ക് പുറത്ത് എന്നും പറഞ്ഞ് പിണ്ടം വെച്ച് പറഞ്ഞേച്ച് മകനായാലും മകളായാലും അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണ് അരുണേ എന്നും പറഞ്ഞ ഡോക്ടർ. അപ്പോൾ വേദ നോക്കിക്കോളൂ, വേദയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ ഇപ്പോഴുള്ള വൈരാഗ്യം മുഴുവനും ആദ്യം ഒലിച്ചു പോകുന്നത് ആരുടെ മനസ്സിലായിരിക്കും എന്നറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദയുടെ അമ്മയുടെ മനസ്സിൽ നിന്നായിരിക്കും അല്ലേ ഡോക്ടറെ എന്നിങ്ങനെ നേഴ്സ് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ മനസ്സിൽ നിന്നായിരിക്കും എന്നാണെന്ന കാര്യം ഇങ്ങനെ പറയാട്ടോ. അപ്പം അതെന്താ അങ്ങനെ? അതങ്ങനെയാണെന്ന് ഡോക്ടർ പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ 10 മാസം ചുമക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെക്കാൾ കൊതിയോടെയും ഇഷ്ടത്തോടെയും അവരെ കാത്തിരിക്കുന്നത് അച്ഛന്മാരും അപ്പൂപ്പന്മാരും ആണെന്നും കാരണം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ ചെയ്യുന്ന ഈ ഒരു പരിപാടി ആണുങ്ങൾക്ക് എന്നൊരു അനുഭവമല്ലേ എന്ന് ഡോക്ടർ ഇങ്ങനെ വേദയോട് പറയാം. ജീവനുള്ള ഒരാൾ മറ്റൊരു ജീവനെ ഉള്ളിലിട്ട് നടക്കുന്നു, പ്രസവിക്കുന്നു, മുലയൂട്ടി വളർത്തുന്നു എന്നതൊന്നും ഒരാണിനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല എന്ന് ഡോക്ടർ പറയുക. പെണ്ണിൻ്റെ മുന്നിൽ ആണ് തോൽക്കുന്നത് നമുക്ക് ദൈവം തന്ന ഈ ഒരു ശക്തിയുടെ മുന്നിലാണെന്ന കാര്യവും ഡോക്ടർ പറയുക കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഇരുന്നു. ഈ പ്രസവം കഴിയുന്നതോടെ വേദയുടെ കുഞ്ഞിന് എല്ലാവരും ഉണ്ടാകും, അത് ഉറപ്പാണെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. വേദ അന്നേരം കുഞ്ഞിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് വയറിൽ തലോടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേ ഭയം അമ്മയെ തോൽപ്പിച്ചു, അമ്മ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഇന്നിങ്ങനെ വേദ പറയാം. എൻ്റെ കുഞ്ഞിനെ എല്ലാവരെയും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശങ്കരനെ ആട്ടോ. ശങ്കരൻ ഇങ്ങനെ വണ്ടിയിൽ പോവുക. ആ വണ്ടിയിൽ പോകുന്ന സമയത്ത് പണ്ട് നടന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് അദ്ദേഹം പോന്നു. പിന്നെ കാണിക്കുന്നത് ദർശനെയും അതുപോലെ ശ്രീകാന്തിനെയുമാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക. അപ്പം ശ്രീകാന്ത് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്നിങ്ങനെ ദർശൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുക. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അങ്ങനെ പോകണമെങ്കിൽ പോയല്ലേ പറ്റുള്ളൂ എന്നും ഒക്കെ പറയുന്നത് കേട്ടപ്പം, അപ്പോൾ വീഡിയോയിൽ നിന്നും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് വ്യക്തമാണെന്ന് പറഞ്ഞപ്പം ശരിയാണ്, പക്ഷേ അതിപ്പോൾ നമുക്ക് 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ദർശൻ്റെ നാവിൽ നിന്നും ഇനി ഇതാരും അറിയാൻ പാടില്ല എന്ന് ശ്രീകാന്ത് പറയുന്നു. ദേ നമ്മളിൽ നിന്നെല്ലാം മറഞ്ഞു നിൽക്കാനാണ് അവളുടെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. വിക്രമിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി അവസാനം കമ്പനിയിൽ നിന്ന് ക്ലെയിം ഉന്നയിക്കാനുള്ള സമയമാകുമ്പോൾ അവൾ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് ഇറങ്ങുമെന്നായിരിക്കും അവളുടെ കണക്ക് കൂട്ടലെന്നൊക്കെ ദർശൻ. അപ്പോൾ അങ്ങനെ അവനും കൂടെ അനുഭവിക്കാനുള്ളതല്ല ദർശ, ഞാനും അങ്കിളും ഇത്രയും കാലം ഇതിൽ കിടന്ന് കഷ്ടപ്പെട്ടത് എന്ന് ഈ ശ്രീകാന്ത് പറയുന്നു. അവളെ കൊണ്ട് അത് എഴുതി വാങ്ങിപ്പിച്ചേ പറ്റൂന്നും ഇത്തരം കാര്യങ്ങളിലും ഈ സ്വത്തുക്കളിലൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ശ്രീകാന്തിന് അറിയാമല്ലോ അല്ലേ എന്ന് ദർശൻ. അവളെന്നെ
എല്ലാ കാലത്തും അവഗണിക്കുകയും ഒഴിവാക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം ദർശൻ പറയുന്നു. അപ്പോഴൊക്കെയും ഒരു നല്ല സുഹൃത്തുന്നുള്ളൊരു മട്ടിൽ കൂടെ നിന്നവനാണ് ഞാനെന്നൊക്കെ ദർശൻ പറയാം. അപ്പോൾ ശ്രീകാന്ത് ദർശനെയും ശരിക്കും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കാം. എന്നിട്ടും എൻ്റെ അച്ഛനെ കൊല്ലാൻ അവൾ ആ വിക്രത്തിനോടൊപ്പം നിന്നു എന്നും ദർശൻ പറയുകയും ചെയ്യുന്നു. അത് സഹിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന്. ഇപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കാം. അതാണ് ആ വീഡിയോ ഞാൻ അയച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ദർശൻ്റെ അച്ഛൻ അവളുടെ അങ്കിള് കൂടി ആയിരുന്നില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കാം. ആ ഒരു സ്നേഹം വേണ്ട, ഒരു ബന്ധുവാണെന്നുള്ളൊരു കൺസിഡറേഷൻ പോലും അവൾ നൽകിയില്ലല്ലോ. നൽകിയായിരുന്നു എന്ന് ചോദിച്ചു. അവനെ കണ്ടെത്തി ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിക്കാമെന്ന് ശ്രീകാന്ത് ദർശനോട് പറയുകയും ചെയ്തു. ഒരു കാരണവശാലും ആ കുഞ്ഞ് പിറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ശ്രീകാന്ത് പറയൂ കേട്ടോ. ദർശൻ കംസന്റെ കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. സഹോദരിയുടെ 8ാമത്തെ പുത്രനാണ് കംസന്റെ ശത്രുവെങ്കിൽ കഴിഞ്ഞുവൽ പിറപ്പ് തന്നെ എൻ്റെ ശത്രുവാണെന്ന് ശ്രീകാന്ത് ദർശനോട് പറയുക. അത് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അതിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഞാൻ വിക്രമിന് കൊടുക്കുന്ന ഔദാര്യമായിരിക്കും എന്നൊക്കെ ശ്രീകാന്ത് പറയാം. ആ ഒരു ഔദാര്യം അവൻ അർഹിക്കുന്നില്ല എന്നും പറയും. ശരി, ഞാൻ എന്തിനും കൂടെയുണ്ട്, വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു ദർശൻ. അപ്പം അതെ, മരുമകനെ ജയിലിൽ നിന്നിറക്കാൻ ജഡ്ജിയുടെ പദവിയെ ഉപേക്ഷിച്ച് വക്കീൽ കോട്ടെടുത്തണിഞ്ഞ് തൻ്റെ അച്ഛൻ വരുന്നുണ്ട് എന്ന് ദർശൻ പറയാം. ഞാനങ്ങ് പോവുകയാണെന്നും വെറുതെ സംസാരിച്ച് വഷളാവാൻ ഞാനില്ല എന്നും പറഞ്ഞ് ദർശൻ അങ്ങ് പോകാൻ നോക്കുമ്പോൾ നിൽക്കടോ, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോകാത്തതിനാൽ വല്ലപ്പോഴും അല്ല ഇങ്ങനെയൊക്കെ നേരിൽ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നേരെ അച്ഛനെ കാണാനായിട്ട് പോവുക. അപ്പോൾ അച്ഛൻ്റെ മുന്നിലേക്ക് ദർശൻ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ ശ്രീകാന്തും അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് എന്നെ നിങ്ങളെന്താ നോക്കാത്തത്? ഞാൻ നിങ്ങളുടെ രക്തം തന്നെയാണ് കേട്ടോ. ആ ശുദ്ധി പക്ഷേ നിന്റെ സ്വഭാവത്തിന് ഇല്ലാതെ പോയി എന്ന് അച്ഛൻ പറഞ്ഞപ്പം ശുദ്ധി കൂടുതലുള്ളത് കൊണ്ടാവും അളിയനെ കൊന്ന മരുമകനെ രക്ഷിക്കാൻ ഇങ്ങനെ പരക്കം പായുന്നതല്ലേ എന്ന് ചോദിച്ചു. വിക്രം അത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നും അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതറിയാതെ സംഭവിച്ചതായിരിക്കുമെന്ന് അദ്ദേഹം പറയാം. അത് ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്നും അച്ഛൻ പറയുന്നു. അന്നേരം ഇല്ലങ്കളെ, അവൻ്റെ ഹർജി കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂഷനൊപ്പം ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ദർശൻ പറയുക. അവനെ അവിടെ നിന്ന് ഉടനെ ഒന്നും പുറത്തിറക്കാമെന്ന് അങ്ങൾ വിചാരിക്കേ വേണ്ട എന്നും ദർശൻ പറയുക കേട്ടോ. അപ്പോൾ ദർശൻ വക്കീലെ, നമ്മുടെ കേസ് വിളിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ വരുവാണെന്നും പറഞ്ഞു ദർശൻ. അപ്പോൾ ശരിയെന്നാ, അപ്പോൾ കാണാങ്കളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദർശൻ അങ്ങ് പോയി കേട്ടോ. ദർശൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും അച്ഛനുമായി എന്തൊരു നല്ല സ്വഭാവമായിരുന്നു അവന്, അവനെയും നീ നശിപ്പിച്ചല്ലേന്ന് ചോദിച്ചപ്പം അവൻ സ്വയം തിരുത്തി എൻ്റെ കൂടെ ചേർന്നതാണെന്നും ഞാൻ ചേർത്തതല്ലെന്ന് ശ്രീകാന്ത് അച്ഛനോട് പറയുന്നു. അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മരുമോന് പുറത്തിറക്കാതിരിക്കാൻ ദർശൻ നോക്കിക്കോളൂ എന്ന് ശ്രീകാന്ത് പറയുന്നു. ആ ഒരു സമയത്ത് എനിക്കൊരു പണിയുണ്ട്, പുറത്ത് എന്നെ പറ്റി ഒളിച്ച് ജീവിക്കുന്ന അവളെ കണ്ടെത്തുക എന്നുള്ളത്. നിന്റെ മുന്നിൽ അവൾ ഒരിക്കലും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു. അവൾ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിനക്കായിട്ട് അവൾ എന്തൊക്കെയോ കരുതി വയ്ക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അർത്ഥമെന്ന് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ അതറിയാം. ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് അവൾ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതെന്നും എനിക്കറിയാം. അതിനു മുൻപ് ഞാൻ അവളെ കണ്ടെത്തിയാൽ പോരെ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. വരുന്നുണ്ട് ഞാൻ പണിക്കത്ത് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി. അന്ന് നിങ്ങളുടെ മകളും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ശ്രീകാന്ത് പറയുക. ഒന്നുകിൽ ജീവനോടെ, ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്നും ഈ ശ്രീകാന്ത് അച്ഛനെ വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് പോകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കും നമ്മുടെ വേദ കേട്ടോ. വേദ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഗുണ്ടകൾ പിന്നെ അവിടെ വന്നു. ഇവരെ തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ സമയത്ത് പോലീസുകാരെ ഈ ഗുണ്ടകൾ കണ്ടു. അപ്പോൾ പോലീസുകാരെ കണ്ട പ്രത്യേകിച്ച് നമ്മുടെ DCPനെയും കണ്ടു. അപ്പോഴേക്കും ഇവന്മാർ ഒളിച്ചു നിൽക്കുവാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പോലീസുകാരെ കണ്ടപ്പോഴത്തേക്കും പേടിച്ചേരേണ്ട ഇവന്മാർ പോയി. ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ വേദ പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വേദ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ രാധികയും കൊണ്ട് അവർ വന്നതായിരുന്നു. അങ്ങനെ നമ്മുടെ വേദ അന്നേരം ഇങ്ങനെ നോക്കുന്നു. വേദ നോക്കിയപ്പോൾ ACP വേഗം ആ ഒരു കർട്ട മറച്ചിടുക കേട്ടോ, വേദ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേദയ്ക്കത് മനസ്സിലായി അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ വേദ ആ കർട്ടൻ മാറ്റി അക്സെപ്റ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയറിങ്ങും സ്നേഹവും ഒക്കെ വേദ ഒരു കർട്ടൻ്റെ അപ്പുറം നിന്ന് കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം വേദ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിക്രത്തെ ഓർത്ത് ഇങ്ങനെ വയറിൽ തലോടി അവിടെ കിടക്കുന്നു. പിന്നെയും കാണിക്കുന്ന ശ്രീകാന്തിനെ. ശ്രീകാന്ത് ആണെങ്കിൽ ഫോണിൽ സംസാരിക്കുക. താനും കയറുവാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഒരു
സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചത്. അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കാനായിട്ടൊക്കെ നോക്കും. അപ്പോൾ വേണ്ട സാറേ, ഞാൻ ഡ്യൂട്ടിക്കാണ് കയറാൻ പോകുന്നത്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് നടക്കുന്നില്ലല്ലോടോ എന്ന് പറഞ്ഞു കേട്ടോ. അവരെ അവിടെ ഇട്ട് തീർക്കാൻ പറ്റും, ആരും ഇല്ലടോ എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ ഒരാൾ നാളെ പരോള് കഴിഞ്ഞ് തിരിച്ചു വരും സാറേ എന്ന് പറഞ്ഞു. പിന്നെ അത് പറയാൻ ആരാ? അപ്പോൾ 2-3 കൊലക്കേസിൽ പ്രതിയാണ് അയാളുടെ പേര് കേട്ടിട്ടുണ്ടാവും, മർമാണി ബൈജു. അപ്പോൾ കേട്ടിട്ടുണ്ട്. പണ്ട് പാർട്ടിയിലെ പേര് തന്നെ തീർത്ത കേസല്ലേ. ബൈജുവിന് പാർട്ടി ഒന്നുമില്ല സാർ, കാശ് കിട്ടാൻ ആരെന്തും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊലയ്ക്കൊക്കെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു, ഓരോരുത്തരെ കൊണ്ട് ഓരോ സെറ്റപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാരെയൊക്കെ കയ്യിലെടുത്തിരിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ കുറേ മുന്തിയവരെ കണ്ടിട്ടുള്ളതല്ലേ സാറേ, നമ്മളത് ഏറ്റു. അപ്പോൾ സാറ് പറഞ്ഞ തുക വാർഡൻ സാറിനെ ഇങ്ങനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് വന്നവൻ പറയുവാണ്. ശരി, നമുക്ക് കാണാം എന്നും പറഞ്ഞിങ്ങനെ അയാൾ അങ്ങ് പോയി. ഈ സമയത്ത് അയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പോട്ടെ സാറേ എന്ന് പറഞ്ഞു മറ്റവൻ അങ്ങ് പോയി. ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്ത്. ഇപ്പം എല്ലാം ഒരു കുടക്കീഴിൽ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ വേദയുടെ അരികിൽ നിൽക്കുന്ന അമ്മയെ കാണിക്കുന്നത്. ആ അമ്മയാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അപ്പോൾ വേദയ്ക്കും കൊണ്ടുപോയി കൊടുക്കുവാണ്. അങ്ങനെ വേദയ്ക്കും കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കഴിക്കും മോളെ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇങ്ങനെ വേദയ്ക്കും കൊടുക്കുക. അപ്പോൾ മോള് പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാധികയുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. രാധിക ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മകൾ വന്നും പോയി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന കാര്യം പറയുകയാണ്. പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് അലറി വിളിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് നോർമലാകും. വേറെ ചില സമയത്ത് കണ്ണടച്ചിങ്ങനെ കിടക്കുമ്പോൾ ഏങ്ങി കരയുന്നത് കാണാമെന്നൊക്കെ അമ്മ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ തട്ടി വിളിച്ചാൽ പോലും ആ കുട്ടി ഉണരില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേദ ചോദിച്ചു, പേടിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അരുണ നേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് വേദ പറയുന്നു. അത് കേട്ടപ്പം ഇങ്ങനൊരു പാവം കുഞ്ഞിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അമ്മ പറയാം. ചോര കണ്ട അപ്പോൾ ബോധം കിട്ട് താഴെ വീഴുമെന്ന കാര്യം പറയണം. അപ്പോൾ 2 പേരും കൂടി കല്യാണം കഴിച്ചേ വീട്ടിൽ വന്ന ആ ഒരു ദിവസം ഒരു പല്ലി അതിൻ്റെ വാല് മുറിച്ചിട്ടിട്ട് ആ വാല് കടന്ന് പിടയ്ക്കുന്നത് കണ്ടുകൊണ്ട് അലറി നിലവിളിച്ച് കരഞ്ഞവളാണെന്ന കാര്യം അമ്മ പറയാം. പക്ഷേ തരുൺ അങ്ങനെയല്ല കേട്ടോ. അവനും അവൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും അവൻ വേദനിപ്പിക്കത്തില്ല എന്ന് അമ്മ പറയുന്നു. പക്ഷെ ആ പോലീസ് വേഷം ഇട്ടുകൊണ്ട് വെളിയിലോട്ട് അങ്ങ് ഇറങ്ങിയാലുണ്ടല്ലോ, കള്ളന്മാരെയും അതുപോലെ കുറ്റവാളികളെയും ഒക്കെ വിറപ്പിക്കുന്ന ഒരു രാക്ഷസനായിട്ട് മാറുമെന്ന കാര്യം ആ അമ്മ പറയുന്നു. ഞാൻ പിന്നെ അവൻ്റെ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോവുകയാണ്. പക്ഷെ രാധികയ്ക്ക് അതിനിനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അമ്മ പറയുന്നു. അവരെപ്പോൾ ഒരുമിച്ച് വെളിയിൽ പോയാലും പോലീസും സെക്യൂരിറ്റിയും ഒക്കെ കൂടെ കാണുമെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അന്ന് മാളിൽ അവർ ഒരുമിച്ച് പോയപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും അവളെ നിർബന്ധിച്ചത് കൊണ്ടുമാണ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ അന്ന് പോയതെന്നുള്ള കാര്യം പറയുകയാണ്. അന്നല്ലേ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായതെന്നുള്ള കാര്യം പറയാട്ടോ. അപ്പോൾ മോൾ ഇന്നിങ്ങനെ ഇവിടെ കിടക്കുന്നത് കണ്ടപ്പോഴേ എനിക്കെന്തോ എന്നെ തന്നെ കാണുന്നത് പോലെ തോന്നിയതെന്നൊക്കെ പറയും. മോള് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ വേദയോട് ഇങ്ങനെ പറയാം. അങ്ങനെ ആ അമ്മയുടെ കഥ പറയുന്നു. അതായത് അമ്മയുടെ ഭർത്താവ് ധൈര്യശാലിയായ പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ തരുൺ ആ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തനാണ്. അങ്ങനെയൊക്കെ അമ്മ കഥകൾ ഓരോന്ന് പറയുക. ജോലിയുടെ ഭാരമൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരാറേ ഇല്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറ് പോലും ഇല്ല. വീട്ടിൽ വരുമ്പോഴൊന്നും അമ്മ പറയുന്നു, രാധികയെന്ന് വെച്ചാലേ അവന് ജീവനാണെന്നും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ശേഷം തൊട്ട് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പറ്റി ആയിരുന്നു സംസാരം മുഴുവനെന്നും അമ്മ പറയണം. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ വേദയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മുടെ അമ്മ കഥകളൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി വേദയ്ക്ക്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മ കരയുവാണ്. അപ്പോൾ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ പ്രസവ വേദന എടുത്ത് അപ്പോൾ ലേബർ റൂമിൽ തരുണിൻ്റെ ആ ഒരു ഇതിൽ കിടക്കുന്ന സമയത്ത് അതേ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ തരുണിൻ്റെ അച്ഛനുണ്ടായിരുന്നു എന്ന് പറയാം. തണുത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കേട്ടപ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര വിഷമമായി.
മരിക്കുന്നതിന് മുൻപ് എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നത്രേ. എൻ്റെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേ പറയാൻ പാടുള്ളൂ എന്നും പറഞ്ഞിരുന്നത്രേ എന്ന് പറഞ്ഞു. അതുവരെ അദ്ദേഹത്തെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നെന്നാണ് പറഞ്ഞതെന്ന് കാര്യം പറഞ്ഞു. സാധാരണ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ ചിത കൊളുത്താറില്ലല്ലോ. പക്ഷേ കുഞ്ഞിനെ കയ്യിൽ വെച്ച് അവനെ ആണ് ചെയ്യുന്നത് എന്ന് സങ്കല്പിച്ച് ഞാനത് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടാ അദ്ദേഹം പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ സങ്കടത്തോടെ വേദയോട് പറയുന്നേ. ഇതൊക്കെ കേട്ടപ്പോൾ വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതേ അവസ്ഥയിൽ തനിച്ചായി പോയൊരു പെണ്ണാണല്ലോ നീയും എന്നെനിക്ക് തോന്നി എന്നാ അമ്മ പറയാട്ടോ. ഇനി അങ്ങോട്ടും ജീവിതത്തിൽ മോൾക്കൊരു ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം പറയാം. പക്ഷെ തളർന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും വേദന എടുത്ത് ഭയങ്കര ഒരു ഇത്. അപ്പോഴത്തേക്കും അമ്മ ഓടി ചെന്നു കേട്ടോ. അങ്ങനെ ആ രാധികയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അമ്മ, അതായത് നമ്മുടെ കമലമ്മ വേദയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ആ അമ്മ പറഞ്ഞ 100% ശരിയാണ്. ജീവിതത്തിൽ ഇനിയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാൻ പോകുന്നതെന്നും മോള് തളർന്നു പോകരുത് എന്ന് കമല വന്ന് വേദയോട് പറയുന്നതായിട്ട് വേദയ്ക്ക് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ കേട്ടും ഓർത്തും വേദ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.